മാജിക് ഡയറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. ചക്ക ഉലർത്തിയത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിന് ആവശ്യമായ സാധനങ്ങളെന്നും നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് ചക്ക വൃത്തിയാക്കി ചെറിയ വട്ടത്തിലരിഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, പിന്നെ കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ഉണക്കമുളക്, ചുമന്നുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, എണ്ണ. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതിവിടെ ഒരു കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തു. അതിലേക്ക് ആദ്യം കുറച്ച് ചക്ക വാരിയിട്ടു. ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും ചക്ക വാരിയിടാം. വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഇടവിട്ട് തേങ്ങയും ചക്കയും ഇങ്ങനെ ഇത് നിറച്ചെടുക്കും. 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണിത്. അത് നിറച്ചും നമുക്കിടാം. ഇതിപ്പോൾ കുക്കർ നിറഞ്ഞു. നമ്മൾ ഈ കുക്കർ നിറച്ചും എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ടോപ്പിൽ വരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് വേണ്ട വെള്ളമാണ്. വെള്ളത്തിലേക്ക് ഉപ്പ് നമ്മൾ ഈ ആവശ്യത്തിന്, ഈ ചക്കയ്ക്ക് എത്രമാത്രം ഉപ്പ് വേണോ അതനുസരിച്ച്, ഞാനിപ്പോൾ ഒരു 1.5-2 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ കലക്കിയേക്കുവാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. അതൊരു ഗ്ലാസ്സിൽ ഞാൻ അളന്നൊഴിക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിപ്പോൾ മഴക്കാലമാണെങ്കിൽ ഇത്രയും വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. ഇത് വേനൽക്കാലം ആണെങ്കിലാണ് ഇത്രയും വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പോവും, കലങ്ങിപ്പോവും ചക്ക. അപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളം. ഈ കുക്കറിന് ഇത്രയും വെള്ളം മാത്രം മതി, കൂടുതൽ ഒഴിക്കേണ്ട. ഇനി ഇതൊരു വിസിലടിപ്പിക്കുക. വിസിലടിച്ച് വിസിൽ തണുത്ത് ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തി എടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ സാധാരണ കുക്കിങ്ങിന് വെളിച്ചെണ്ണയാണ് നാട്ടിലുള്ളപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നു. കുറച്ച് കടുകിട്ടു. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും ഇത് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ചതഞ്ഞതുപോലെയാവും. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. മൂത്ത് വന്നു തുടങ്ങി. ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകാൻ ഇടവരരുത്. അതിന് മുമ്പ് തന്നെ നമുക്കിത് ചക്ക ചേർത്ത് ഇളക്കിയെടുക്കണം. നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചക്ക ഇതിലേക്ക് ഇട്ടാം. തേങ്ങയൊക്കെ ഇതിൻ്റെ ഇടവിട്ടിട്ട് കൊടുത്തേക്കൊണ്ട് എല്ലായിടത്തും തേങ്ങയെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഉപ്പിന് എന്തെങ്കിലും കുറവ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പ് നീര് കലക്കി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. തളിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഉലർത്തിയെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചക്ക ഉലർത്തിയെടുക്കുന്നത്. കുഴച്ച് വെക്കാനാണെങ്കിൽ നമുക്ക് അരപ്പൊക്കെ ചേർക്കണ്ട. ഇത് അരപ്പൊന്നും ചേർക്കണ്ട. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉലർത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതുപോലെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ടേസ്റ്റായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.